ഏകദേശം 25 കോടി വർഷങ്ങൾക്ക് മുൻപ് മുതൽ 6.5 കോടി വർഷങ്ങൾക്ക് മുൻപ് വരെയുള്ള കാലഘട്ടത്തിനെ ഡൈനോസേഴ്സ് എന്ന ഭീകരമായ ഉരകജീവികളുടെ യുഗമായിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. ആ കാലഘട്ടത്തിൽ കരഭാഗം മുഴുവൻ അടക്കി വാണിരുന്ന രാജാക്കന്മാർ തന്നെയായിരുന്നു ദിനോസറുകൾ. എന്നാൽ അതേസമയം അന്ന് ആകാശത്തിലെ രാജാക്കന്മാരായിരുന്നത് മറ്റൊരു വിഭാഗം ഘോരമായ ഉരകജീവികളാണ്. അതാണ് ടെറോസോർസ്. ഫ്ലൈയിങ് ഡൈനോസേഴ്സ് അഥവാ പറക്കുന്ന ദിനോസറുകൾ എന്നാണിവ പൊതുവെ അറിയപ്പെടുന്നത്. കരയിലും കടലിലും ഉൾപ്പെടെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇവയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. പല ടെറോസോറുകൾക്കും അവയുടെ ശരീരത്തിനേക്കാൾ വലിപ്പമുള്ള തലയും ഭയാനകമായ കൂർത്ത നീളൻ ചുണ്ടുകളുമൊക്കെ ഉണ്ടായിരുന്നു. മാംസഭുക്കുകളായ ടെറോസോർസ് എന്നും ഇരകളുടെ ഒരു പേടി സ്വപ്നം തന്നെയായിരുന്നിരിക്കും. അത്തരത്തിൽ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഏറ്റവും ഘോരമായ ചില പറക്കുന്ന ദിനോസറുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പറക്കുന്ന ദിനോസറുകൾ എന്ന് പറയുമ്പോഴും ടെറോസോർസ് ശരിക്കും ദിനോസറുകൾ ആയിരുന്നില്ല. മറിച്ച് ടെറോസോർസും ഡൈനോസോർസും ഒരേ പൂർവികരിൽ നിന്നും രൂപം കൊണ്ടവയാണ്. ഏകദേശം 25 കോടി വർഷങ്ങൾക്ക് മുൻപ് മുതൽ 6.5 കോടി വർഷങ്ങൾക്ക് മുൻപ് വരെയുള്ള കാലഘട്ടത്തിലാണ് ടെറോസോർസ് ജീവിച്ചിരുന്നത്. അതായത് ദിനോസറുകളുടെ കാലത്തിൽ. ഇതുവരേക്കും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുമായിട്ട് 100-ൽ പരം വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട ടെറോസോർസിന്റെ ആയിരക്കണക്കിന് ഫോസിൽസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇന്നത്തെ പക്ഷികൾ ഡൈനോസേഴ്സിൽ നിന്നും പരിണമിച്ചുവെന്ന് പറയുമ്പോൾ അതിത്തരം ടെറോസോർസിൽ നിന്നും പരിണമിച്ചുവെന്നാണ് പലരും തെറ്റിദ്ധരിക്കുന്നത്. എന്നാൽ ശരിക്കും ടെറോസോർസ് എല്ലാം 6.5 കോടി വർഷങ്ങൾക്ക് മുൻപ് നടന്ന മഹാവംശനാശത്തിൽ തന്നെ പൂർണ്ണമായും നശിച്ചു പോയിരുന്നു. ഇന്നത്തെ പക്ഷികൾ പരിണമിച്ചത് മാംസഭുക്കുകളായ ഒരുതരം തെറോപോഡ് വർഗത്തിൽപ്പെട്ട ദിനോസറുകളിൽ നിന്നുമാണ്. അതായത് പ്രശസ്തമായ ടീറക്സിന്റെ വർഗത്തിൽ നിന്നും. ക്രയോഡ്രാക്കൺ ബോറിയാസ്. ഏറ്റവും വലിയ ടെറോസോർസിലൊന്നാണ് ക്രയോഡ്രാക്കൺ. ഏകദേശം 8.5 കോടി വർഷങ്ങൾക്ക് മുൻപ് മുതൽ 7.5 കോടി വർഷങ്ങൾക്ക് മുൻപ് വരെയുള്ള കാലഘട്ടത്തിനിടയിലാണ് ഇവ ജീവിച്ചിരുന്നത്. ഇവയുടെ വിങ് സ്പാൻ, അതായത് ചിറകുകൾ വിടർത്തുമ്പോൾ ഒരു ചിറകിന്റെ അറ്റത്തു നിന്നും മറ്റേ ചിറകിന്റെ അറ്റം വരെയുള്ള വ്യാസം എന്നത് ഏകദേശം 16 അടിയാണ്. 8 അടിയിൽ കൂടുതൽ ഉയരവുമുണ്ടായിരിക്കും. ഇന്നത്തെ കാനഡയുടെ പ്രദേശങ്ങളിലാണ് ഇവ ജീവിച്ചിരുന്നത്. ഇതിന്റെ വ്യത്യസ്തമായ പേര് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. പ്രശസ്തമായ ഗെയിം ഓഫ് ത്രോൺസിലെ ഡ്രാഗന്റെ പ്രചോദനത്താലാണ് ഇതിനും തണുത്ത ഡ്രാഗൺ എന്നർത്ഥമുള്ള ക്രയോഡ്രാക്കൺ എന്ന പേര് നൽകിയിരിക്കുന്നത്. 200 കിലോഗ്രാം മുതൽ 250 കിലോഗ്രാം വരെ ഭാരമുണ്ടായിരുന്നു ഇവയ്ക്ക്. ഇത്രയും വലിപ്പമുണ്ടായിരുന്നെങ്കിലും അതിനനുസരിച്ച് വലിയ ചിറകുകളും ഉണ്ടായിരുന്നതുകൊണ്ട് ഇവയ്ക്ക് 80 km/h കൂടുതൽ വേഗതയിൽ പറക്കാൻ കഴിഞ്ഞിരുന്നുവെന്നാണ് കരുതപ്പെടുന്നത്. ഇവയുടെ വളരെ കുറച്ച് ഫോസിൽസ് മാത്രമേ ഇതുവരേക്കും ലഭിച്ചിട്ടുള്ളൂ. അതിനാൽ തന്നെ ഇവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ക്വെറ്റ്സാൽകോട്ട്ലസ്. ഇതുവരേക്കും ഭൂമിയിൽ ജീവിച്ചിരുന്നതിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ വിങ് സ്പാനുള്ള ജീവിയാണ് ക്വെറ്റ്സാൽകോട്ട്ലസ്. 11 മുതൽ 13 മീറ്റർ വരെ വിസ്തീർണതയുണ്ടായിരുന്നു ഇവയുടെ ചിറകുകൾക്ക്. ഏകദേശം 7 കോടി വർഷങ്ങൾക്ക് മുൻപ് മുതൽ 6.5 കോടി വർഷങ്ങൾക്ക് മുൻപ് വരെയുള്ള കാലഘട്ടത്തിലാണ് ഇവ ജീവിച്ചിരുന്നത്. ടെറോസോർ ഇനത്തിലെ ഏറ്റവും വലിയ ജീവിയായിരുന്നു ക്വെറ്റ്സാൽകോട്ട്ലസ്. ഏറ്റവും വലുതെന്ന് പറയുമ്പോഴും അതൊരു തർക്ക വിഷയമാണ്. എന്തെന്നാൽ വേറെയും ചില ടെറോസോർസ് ഇതുപോലെ വലിപ്പമുള്ളവയായിരുന്നു. നിർഭാഗ്യവശാൽ ഇവയുടെ പൂർണ്ണമായ ഫോസിൽസ് കിട്ടാത്തതിനാൽ ഇവയിലേതാണ് ഏറ്റവും വലുതെന്ന് നിശ്ചയിക്കാൻ നമുക്കാകില്ല. ഇവയ്ക്ക് ശരാശരി 300 മുതൽ 350 കിലോഗ്രാം വരെ ഭാരമുണ്ടായിരുന്നുവെന്നാണ് നിഗമനം. ഏകദേശം 6 മീറ്റേഴ്സ് ഉയരവുമുണ്ടായിരുന്നു. അതായത് ഇന്നത്തെ ജിറാഫുകളുടെ അത്ര ഉയരം. ഇത്രയും വലിപ്പമുണ്ടായിരുന്നെങ്കിലും 120 km/h കൂടുതൽ വേഗതയിൽ വരെ ഇവയ്ക്ക് പറക്കാൻ കഴിഞ്ഞിരുന്നുവെന്നാണ് കരുതുന്നത്. ഇവയ്ക്ക് ഭീകരമായ പല്ലുകളൊന്നും ഉണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ ചെറിയ ജീവികളായിരുന്നിരിക്കും ഇവയുടെ സ്ഥിരം ഇരകൾ. വലിയ ഉയരത്തിൽ നിന്നും അതിവേഗതയിൽ പറന്നിറങ്ങി ഇരകളെ പെട്ടെന്ന് പിടിച്ചെടുക്കുന്നതിന് പകരം ഡൈനോസേഴ്സിനെ പോലെ ഇരകളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നതായിരിക്കും ഇവയുടെ രീതി. ഇര പിടിക്കുക മാത്രമല്ല, ഇവ സ്കാവഞ്ചേഴ്സ് കൂടെയാണ്. അതായത് ചത്ത മൃഗങ്ങളെ ഭക്ഷിക്കുന്ന ജീവി. ഇവ മാത്രമല്ല, ഏകദേശം എല്ലാ ടെറോസോറുകളും ഇങ്ങനെ തന്നെ ആയിരുന്നു.
ഇതിന്റെ തല മുതൽ വാല് വരെ ഏകദേശം 11 മീറ്റേഴ്സ് നീളമുണ്ടായിരുന്നു. അതിൽ പകുതിയിൽ കൂടുതൽ നീളവും കഴുത്തിനും തലയോട്ടിക്കുമാണ്. തലയോട്ടിക്ക് മാത്രം 2.5 മീറ്ററിൽ കൂടുതൽ നീളമുണ്ട്. ടെറാനോഡോൺസ്. പല്ലുകളില്ലാത്ത ചിറകുകളുള്ള ജീവിയെന്നാണ് ഈ പേരിന്റെ അർത്ഥം. ഏകദേശം 10 കോടി വർഷങ്ങൾക്ക് മുൻപ് മുതൽ 9 കോടി വർഷങ്ങൾക്ക് മുൻപ് വരെയുള്ള കാലഘട്ടത്തിലാണ് ഇവ ജീവിച്ചിരുന്നത്. ടെറാനോഡോൺസിന്റെ 1000-ൽ കൂടുതൽ അസ്ഥികൂടങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുമുണ്ട്. വിടർത്തുമ്പോൾ ചിറകുകൾക്ക് 7 മീറ്ററുകളുടെ വ്യാസമുണ്ടായിരിക്കും. ഇവയുടെ തലയുടെ പിൻഭാഗത്തിൽ വളരെ നീളം കൂടിയ ക്രസ്റ്റ് ഉണ്ടായിരുന്നു. അതായത് കോഴിയുടെ തലയിലുള്ള പൂവ് പോലെ. വേഗതയിൽ പറക്കുന്ന സമയത്തിൽ പെട്ടെന്ന് തിരിയാൻ ഈ ക്രസ്റ്റ് വളരെ ഫലപ്രദമാണ്. അതുപോലെ തന്നെ തല ബാലൻസ് ചെയ്യാനും ക്രസ്റ്റ് സഹായകരമായിരുന്നിരിക്കും. പണ്ടത്തെ കടൽക്കരകളുടെ ഭാഗങ്ങളിൽ നിന്നുമാണ് ഇവയുടെ അസ്ഥികൂടങ്ങൾ കൂടുതലും ലഭിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ ഒരുപക്ഷെ കടൽ മീനുകളെ ആയിരിക്കും ഇവ കൂടുതലും ആഹാരമാക്കിയിരുന്നത്. മറ്റ് ടെറോസോർസിനെ അപേക്ഷിച്ച് ഇവയുടെ കാഴ്ചശക്തി വളരെ കൂടുതലാണ്. അതുകൊണ്ട് വളരെ ദൂരത്തിൽ വെച്ച് തന്നെ ഇരകളെ ഇവയ്ക്ക് കണ്ടുപിടിക്കാൻ കഴിയും. നിക്ടോസൗറസ്. ടെറാനോഡോണിന് സമാനമായ മറ്റൊരു ടെറോസോറാണ് നിക്ടോസൗറസ്. പക്ഷേ ഇവ ചെറുതായിരുന്നു. ചിറക് വിടർത്തുമ്പോൾ 2 മീറ്ററോളം നീളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവയ്ക്കും പല്ലുകളൊന്നും ഉണ്ടായിരുന്നില്ല. വെറും 2 കിലോഗ്രാം വരെ മാത്രമായിരുന്നു ഇവയുടെ പരമാവധി ഭാരം. ഏകദേശം 10 കോടി വർഷങ്ങൾക്ക് മുൻപ് മുതൽ 8.5 കോടി വർഷങ്ങൾക്ക് മുൻപ് വരെയുള്ള കാലഘട്ടത്തിൽ നോർത്ത് അമേരിക്കൻ പ്രദേശങ്ങളിലാണ് ഇവ ജീവിച്ചിരുന്നത്. ടെറോസോർ വർഗത്തിലെ തന്നെ ഏറ്റവും ചെറിയ ജീവിയായിരുന്നു നിക്ടോസൗറസ്. കൊമ്പുകൾ പോലെ തോന്നിക്കുന്ന തലയുടെ പിൻഭാഗത്തിലെ 2 നീളൻ ക്രസ്റ്റുകളാണ് നിക്ടോസൗറസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പറക്കുന്ന സമയത്തിൽ പെട്ടെന്ന് ദിശ തിരിക്കാൻ അത്യധികം ഉപയോഗപ്രദമാണ് ഈ ക്രസ്റ്റുകൾ. ഇതിന്റെ ശരീരത്തിനേക്കാൾ നീളമുണ്ടായിരുന്നു ഈ കൊമ്പുകൾക്ക്. ചെറിയ മീനുകളെയാണ് ഇവ പ്രധാനമായും ആഹാരമാക്കിയിരുന്നത്. അറാംബോർഗിയാന. 7 കോടി വർഷങ്ങൾക്ക് മുൻപ് മുതൽ 6.5 കോടി വർഷങ്ങൾക്ക് മുൻപ് വരെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു വലിയ ടെറോസോർ ആയിരുന്നു അറാംബോർഗിയാന. ചിറക് വിരിച്ചാൽ ഇവയ്ക്ക് 12 മുതൽ 13 മീറ്റർ വരെ വ്യാസമുണ്ടായിരിക്കും. ഇതിനെയാണ് ഏറ്റവും വലിയ ടെറോസോർ ആയിട്ട് കൂടുതൽ പേരും പരിഗണിക്കുന്നത്. ഇതിന് ഏകദേശം 800 കിലോഗ്രാമിൽ കൂടുതൽ ഭാരമുണ്ടായിരുന്നുവെന്നാണ് നിഗമനം. ഇതിന്റെ തലയോട്ടിക്ക് മാത്രം 3 മീറ്ററോളം നീളമുണ്ടായിരുന്നു. മൊത്തത്തിൽ ഏകദേശം ടീറക്സിന്റെ അത്ര വലിപ്പം. അത്യധികം കൂർത്തതായിരുന്നു ഇതിന്റെ ചുണ്ട്. ഈ കൂർത്ത ചുണ്ടുപയോഗിച്ച് നിഷ്പ്രയാസം ഇരകളെ കുത്തി കീറാൻ ഇവയ്ക്ക് സാധിച്ചിരുന്നു. ഉഭയജീവികൾ, വലിയ മീനുകൾ, സസ്തനികൾ, ചെറിയ ദിനോസറുകളുടെ കുട്ടികൾ എന്നിങ്ങനെ വിവിധ തരം ജീവികളെ ഇവ ആഹാരമാക്കിയിരുന്നു. ഇത്രയും ഭാരമുള്ളതിനാൽ ഇവയ്ക്ക് അധികം വേഗതയിൽ പറക്കാനാകില്ല. അതിനാൽ തന്നെ ഡൈനോസേഴ്സിനെ പോലെ ഇവയും നിലത്തിറങ്ങി ഇരകളെ ഘോരമായിട്ട് ആക്രമിച്ചാണ് വീഴ്ത്തിയിരുന്നത്. നോർത്ത് ആഫ്രിക്കൻ പ്രദേശങ്ങളിലും ഏഷ്യയിലുമാണ് ഇവ ജീവിച്ചിരുന്നത്. ശരിക്കും ഇരകൾക്ക് വലിയൊരു ഭീഷണി തന്നെയായിരുന്നു അറാംബോർഗിയാന. സംഗ്യാരിപ്റ്ററസ്. ഏറ്റവും വിരൂപമായിട്ട് പരിഗണിക്കുന്ന ടെറോസോറാണ് സംഗ്യാരിപ്റ്ററസ്. ഇതിന്റെ വിചിത്രമായ തലയ്ക്ക് മീതെയുള്ള വലിയ ക്രസ്റ്റും മുകളിലേക്ക് വളഞ്ഞിരിക്കുന്ന ചുണ്ടുമാണ് അതിനു കാരണം. ഏകദേശം 15 കോടി വർഷങ്ങൾക്ക് മുൻപ് മുതൽ 11 കോടി വർഷങ്ങൾക്ക് മുൻപ് വരെയുള്ള കാലഘട്ടത്തിലാണ് ഇവ ജീവിച്ചിരുന്നത്. ഇതിന് കൂർത്തതല്ലാത്ത കട്ടി കുറഞ്ഞ 50ഓളം പല്ലുകൾ ഉണ്ടായിരുന്നു. ചെറിയ ജീവികളെയാണ് ഇവ കൂടുതലായും ആഹാരമാക്കിയിരുന്നത്. ചിറക് വിരിക്കുമ്പോൾ ഇവയ്ക്ക് 4 മീറ്ററോളം വ്യാസമുണ്ടായിരുന്നു. ഏകദേശം 200 മുതൽ 250 കിലോഗ്രാം വരെ ഭാരമുണ്ടായിരുന്ന സംഗ്യാരിപ്റ്ററസിന് ഇന്നത്തെ ആഫ്രിക്കൻ സിംഹങ്ങളുടെ ഇരട്ടി കടിശക്തി ഉണ്ടായിരുന്നുവെന്നാണ് നിഗമനം. ആഫ്രിക്കയിലും ഏഷ്യയിലുമാണ് ഇവ ജീവിച്ചിരുന്നത്. തലാസോഡ്രോമസ്. സൗത്ത് അമേരിക്കൻ പ്രദേശങ്ങളിൽ ഏകദേശം 11 കോടി വർഷങ്ങൾക്ക് മുൻപ് തൊട്ട് 10 കോടി വർഷങ്ങൾക്ക് മുൻപ് വരെയുള്ള കാലഘട്ടത്തിലാണ് തലാസോഡ്രോമസ് ജീവിച്ചിരുന്നത്. ചിറക് വിടർത്തുമ്പോൾ 5 മീറ്ററോളം വീതിയുണ്ടായിരുന്നു ഇവയ്ക്ക്. ഇതിന്റെ തലയിലുള്ള മനോഹരമായ വലിയ ക്രസ്റ്റ് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇണകളെ ആകർഷിക്കാനും ശരീരത്തിലെ താപനില നിയന്ത്രിക്കാനുമായിരിക്കും അവയ്ക്കിത്രയും വലിയ ക്രസ്റ്റ് ഉണ്ടായിരുന്നത്.
ഇവയുടെ തലയോട്ടിക്ക് മാത്രം 1.5 മീറ്ററോളം നീളമുണ്ടായിരുന്നു. ഇവയുടെ 200-ൽ പരം ഫോസിൽസ് കണ്ടെത്തിയിട്ടുണ്ട്. ജലാശയങ്ങളുടെ അരികിലാണ് ഇവ കൂടുതൽ സമയവും ചിലവഴിക്കുന്നത്. ചെറിയ മീനുകളായിരുന്നിരിക്കണം ഇവയുടെ പ്രധാന ആഹാരം. ട്രോപ്പിയോഗ്നാഥസ് ഏറ്റവും ഭീകരമായ ടെറോസോർസിൽ ഒന്നായിരുന്നു സൗത്ത് അമേരിക്കയിൽ ജീവിച്ചിരുന്ന ട്രോപ്പിയോഗ്നാഥസ്. ഇതിന്റെ ഘോരമായ പല്ലുകളും തലയുടെ ഭീകരമായ രൂപവും കാണുമ്പോൾ തന്നെ ഭയാനകമാണ്. ഈ പല്ലുകൾ വളരെ കൂർത്തതാണ്. ഇരകളുടെ ശരീരത്തിൽ നിന്നും ചത കടിച്ചു കീറാൻ പറ്റിയ പല്ലുകൾ. പക്ഷേ അധികം കടിശക്തിയൊന്നും ഇവയ്ക്കുണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ ചെറിയ ജീവികളെ തന്നെയാണ് ഇവയും ആഹാരമാക്കിയിരുന്നത്. ഏകദേശം 1 മീറ്ററോളം നീളമുണ്ടായിരുന്നു ഇവയുടെ തലയ്ക്ക് മാത്രം. വളരെ കൂർത്തതും കനം കുറഞ്ഞതുമായ 50ഓളം പല്ലുകൾ ഉണ്ടായിരുന്നു ഇവയ്ക്ക്. ചിറക് വിരിക്കുമ്പോൾ 8.5 മീറ്റർ വരെ വീതിയുണ്ടായിരുന്നു. ഏകദേശം 100 മുതൽ 120 കിലോഗ്രാം വരെ ഭാരവും ഉണ്ടായിരുന്നു. തീർച്ചയായും ഒരു ശരാശരി മനുഷ്യനെ ട്രോപ്പിയോഗ്നാഥസിന് വീഴ്ത്താൻ കഴിയും. ഏകദേശം 20 കോടി വർഷങ്ങൾക്ക് മുൻപ് മുതൽ 15 കോടി വർഷങ്ങൾക്ക് മുൻപ് വരെയുള്ള കാലഘട്ടത്തിലാണ് ഇവ ജീവിച്ചിരുന്നത്. ഹാറ്റ്സെഗോപ്റ്റെറിക്സ് യൂറോപ്യൻ പ്രദേശങ്ങളിൽ ജീവിച്ചിരുന്ന ഒരു വലിയ ടെറോസോറാണ് ഹാറ്റ്സെഗോപ്റ്റെറിക്സ്. ഇവയ്ക്ക് ഇന്നത്തെ ഒരു വലിയ ജിറാഫിന്റെ അത്ര ഉയരവും വലിപ്പവും ഉണ്ടായിരുന്നു. ഇവയ്ക്ക് ഏകദേശം 260 മുതൽ 300 കിലോഗ്രാം വരെ ഭാരമുണ്ടായിരുന്നുവെന്നാണ് നിഗമനം. ഇവയ്ക്കും പല്ലുകൾ ഉണ്ടായിരുന്നില്ല. പകരം ഇവയുടെ ചുണ്ടുകൾ വളരെ കൂർത്തതായിരുന്നു. ഇത് ജീവിച്ചിരുന്ന മേഖലകളിൽ ഏറ്റവും മാരകമായ വേട്ടക്കാരൻ ജീവികളിൽ ഒന്നായിരുന്നു ഹാറ്റ്സെഗോപ്റ്റെറിക്സ്. ഇതിന്റെ വിങ് സ്പാൻ എന്നത് 10 മുതൽ 12 മീറ്റർ വരെ ആയിരുന്നു. ഇതിന്റെ തലയോട്ടിക്ക് മാത്രം 3 മീറ്റർ വരെ നീളമുണ്ട്. ഇവയ്ക്ക് വലിയ ജീവികളെയും വേട്ടയാടാൻ സാധിച്ചിരുന്നു. ശരിക്കും ഘോരമായ ജീവി തന്നെയായിരുന്നു ഹാറ്റ്സെഗോപ്റ്റെറിക്സ്. ഏകദേശം 7 കോടി വർഷങ്ങൾക്ക് മുൻപ് മുതൽ 6.5 കോടി വർഷങ്ങൾക്ക് മുൻപ് വരെയാണ് ഇവ ജീവിച്ചിരുന്നത്. ഇതിലേതാണ് ഏറ്റവും മാരകമായ ടെറോസോറായിട്ട് നിങ്ങൾക്ക് തോന്നിയത്? കമന്റ് ബോക്സിലൂടെ അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകകരമായ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.